ഹായ്, നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്, ഹോംവർക്കുകളിലാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഓർക്കുന്നത് CPIയുടെ കാര്യമാണ്. CPI എന്ന പാർട്ടി കേരളത്തിൽ 4 സീറ്റുകളാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത്. 4 സീറ്റുകളിൽ ഈ 4 സീറ്റും ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളാണ്, ദേശീയ പ്രാധാന്യം ഉള്ള സീറ്റുകളാണ്. അതിൽ 3 സീറ്റ് പക്കാ ദേശീയ പ്രാധാന്യമുള്ളത്, 4മത്തതും ദേശീയ പ്രാധാന്യം ഉള്ളതല്ല എന്ന് പറയാൻ കഴിയില്ല, അതിനും ദേശീയ പ്രാധാന്യമുണ്ട്. അതായത് പ്രമുഖന്മാരെയാണ് CPI സ്ഥാനാർത്ഥികൾ നേരിടേണ്ടി വരുന്നത്. കേരളത്തിൽ ആകെ 4 സീറ്റിൽ അവർക്ക് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രമുഖന്മാരായ സ്ഥാനാർത്ഥികളെ നേരിടേണ്ടി വരുന്നു, പരാജയപ്പെടേണ്ടി വരുന്നു. ഇതാണ് ഈ കേരളത്തിലെ CPIയുടെ സ്ഥിതി. എന്നാൽ CPMO അവർ വളരെ ഈസി ആയിട്ട് ചില മണ്ഡലങ്ങളിൽ സുഖമായിട്ട് ജയിച്ചു കയറി പോവും. വലിയ പ്രമുഖന്മാരെയൊന്നും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ചാടി പുറത്ത് അവർ ജയിച്ചു പോകും. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖന്മാരായ ദേശീയ പ്രാധാന്യമുള്ള രാജ്യം ശ്രദ്ധിക്കുന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമാണ് CPIക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ഒരു പ്രധാന സ്ഥാനാർത്ഥി. BJPക്കോ അത്ര മോശമല്ലാത്ത സ്ഥാനാർത്ഥിയുമാണ്. കഴിഞ്ഞതിന് കുമ്മനം രാജശേഖരനായിരുന്നു. അതുപോലെ ദേശീയ ശ്രദ്ധ വരുന്ന വലിയ നേതാക്കന്മാരാണ്. BJP കേന്ദ്ര നേതൃത്വം തന്നെ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ 2-3 തവണയായിട്ട് CPIയുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ് പോകുന്നത്. അതാണ് CPIയുടെ തിരുവനന്തപുരത്തെ ഗതികേട്. ഇനി തൃശ്ശൂർ എടുക്കാം. തൃശ്ശൂർ CPIക്ക് വളരെ നല്ല സ്വാധീനമുള്ള, തിരുവനന്തപുരം പോലെ അല്ല, വളരെ നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ് CPIക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത്. പക്ഷേ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത്? തൃശ്ശൂർ കഴിഞ്ഞ 2 തവണയും ഏകദേശം 2-3 സ്ഥാനത്തോ അല്ല 2ാം സ്ഥാനത്ത് തന്നെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജയിക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെ മത്സരിക്കുന്നത്, ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് BJPയുടെ സുരേഷ് ഗോപിയാണ്. അവരതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടി അത് നിശ്ചയിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപിയാണ്. പിന്നെ വരുന്നത് ഇപ്പോഴത്തെ MP ആയ TN പ്രതാപനാണ്. പിന്നെ ഇപ്പോൾ CPIക്ക് ആര് മത്സരിക്കും എന്നത് സുനിൽകുമാറിൻ്റെയും KP രാജേന്ദ്രൻ്റെയും പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അവിടെ അവർക്ക് ഈ മത്സരം മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നും ഈ പ്രമുഖന്മാരെ, ദേശീയ പ്രാധാന്യമുള്ള ആളിനെ മറികടന്ന് ജയിക്കാൻ കഴിയുമോ എന്നതും സംശയമാണ്. തിരുവനന്തപുരത്താണെങ്കിൽ ഇതുവരെയും സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും നിശ്ചയിക്കാനും CPI നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ കഴിയുന്നില്ല. ജില്ലാ നേതൃത്വം അത്ര ദുർബലമാണ്, നമുക്കറിയാം. പക്ഷേ സംസ്ഥാന നേതൃത്വം എപ്പോഴും നല്ല ശ്രദ്ധിക്കുന്ന, കാരണം തലസ്ഥാന നഗരമായതുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റിയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. പക്ഷേ അവർക്കിപ്പോഴും ഈ ശശി തരൂരിനോടും അതുപോലെ പ്രമുഖനായ, ചിലപ്പോൾ വേണ്ടി വന്നാൽ മോദി വരെ എന്നാണ് പറയുന്നത്, മോദി വരില്ല, പിന്നെ നിർമ്മല സീതാരാമൻ്റെ പേര്, അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര്, ഇങ്ങനെ പല പേരുകളും കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ CPIക്ക് അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ, ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം. അപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരമാകുന്നു. പിന്നെ ഉള്ളത് വയനാടാണ്. വയനാട് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അത് ശരിയല്ല. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇന്ത്യ മുന്നണിയിലുള്ള CPIയോട് മത്സരിച്ച് പരസ്പരം മത്സരിക്കരുത് എന്നൊക്കെ CPIക്കാർ കുറെ കാലം കൊണ്ടേ ന്യായം പറയുന്നുണ്ട്. കാരണം അവിടെയെങ്കിലും ഒന്ന് ജയിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നടക്കില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെന്നാണ് അവസാനം വരെ ഇപ്പോൾ കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ CPIക്കും അവിടെ ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അപ്പോഴും പരാജയപ്പെടാനായിരിക്കും അവിടെ വിധി. കാരണം രാഹുൽ ഗാന്ധി ക്കെതിരെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? കാരണം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പാർട്ടിക്കാർക്ക് പരസ്പരം അവിടെ എങ്ങനെ പഴി പറഞ്ഞും കുറ്റം പറഞ്ഞും മത്സരിക്കാൻ കഴിയും? അതൊരു സൗഹാർദ്ദ മത്സരമായിട്ട് മാറുന്നെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം എന്ന് ചോദിക്കേണ്ടി വരും. അതാണ് CPIയുടെ വയനാട്ടിലെ ഒരു ഗതികേടെന്ന് പറയുന്നത്. പിന്നെ വരുന്ന മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അവിടെ CPI ഇപ്പോൾ ഒരു പുതുമുഖത്തെ, ഒരു AIYF-കാരനെ ഇറക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ AIYF-കാരന് എത്രമാത്രം അവിടെ ഈ കൊടിക്കുന്നിനോട് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതും വളരെ നിർണായകമാണ്. എന്തായാലും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആകെ 4 സീറ്റിൽ കേരളത്തിൽ CPI മത്സരിക്കുന്നു. മറ്റു പല മണ്ഡലങ്ങളിലും CPIക്ക് മത്സരിച്ച് ജയിക്കാൻ, ഇന്ത്യയുടെ മറ്റ് ഒരിടത്തും CPIക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ അത്ര സുരക്ഷിതമല്ല. ആ സ്ഥിതിക്ക് ആകെ സുരക്ഷിതമുള്ള കേരളത്തിൽ പോലും ഈ 4 മണ്ഡലങ്ങളും CPIക്ക് വളരെ ശക്തന്മാരാണ് നേടേണ്ടി വരിക.
വരികയും പരാജയപ്പെടേണ്ടിയും വരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായാലും CPIക്ക് ഇപ്പോൾ ഒരു MP എങ്കിലും ലോക്സഭയിൽ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴത്തെ പൊതുവിലുള്ള ആശങ്ക.